നമസ്കാരം. ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. ഓട്ടിസം ബാധിച്ചവരെ എങ്ങനെ മറ്റുള്ളവർ സ്വീകരിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്നിവയെക്കുറിച്ചും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനുമായി എല്ലാ വർഷവും ഏപ്രിൽ 2-ന് ആഘോഷിക്കുന്ന ഒരു ആഗോള ആരോഗ്യ സംരക്ഷണ പരിപാടിയാണ് ലോക ഓട്ടിസം ദിനം. യഥാർത്ഥത്തിൽ ഓട്ടിസം എന്താണ്? ഓട്ടിസം എങ്ങനെ തിരിച്ചറിയാം? ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? ഇന്നത്തെ ആരോഗ്യം ആനന്ദം എപ്പിസോഡിലൂടെ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ചില വ്യക്തികളിൽ പല വിധത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ കണ്ടെന്നു വരാം. പലപ്പോഴും ഏതെങ്കിലും ആരോഗ്യാവസ്ഥയുടെ ഭാഗമായിരിക്കും ഇത്തരം രോഗങ്ങളും. ഇത്തരത്തിൽ നമ്മളുടെ തലച്ചോറിലെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങളുമുണ്ട്. അത്തരത്തിലൊന്നാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. നമുക്ക് ഓട്ടിസത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? എന്താണ് യഥാർത്ഥത്തിൽ ഓട്ടിസം? എങ്ങനെ നമുക്ക് കുട്ടികളെ തിരിച്ചറിയാം? ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തരാൻ ഒരു ഡോക്ടറിനെ കഴിയും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പട്ടം SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ A ആണ്. നമുക്ക് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ആണ്. നമുക്കറിയാം, ഈ ഏപ്രിൽ മന്ത് ഓട്ടിസം അവയർനെസ് മന്താണ്. അപ്പൊ ഓട്ടിസം എന്താണ്, എങ്ങനെയാണ് അവരുടെ ഫീച്ചേഴ്സും ക്യാരക്ടേഴ്സും എന്നതിനെ കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കുന്നത്. ഓട്ടിസം നമ്മൾ വേറൊരു പേരിൽ പറയുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ്. അപ്പൊ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു കൂട്ടം എന്നതാണ്. അപ്പൊ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ നമ്മൾ നോർമൽ കുഞ്ഞുങ്ങളെക്കാട്ടിയും വളരെയധികം ഡിഫറൻസ് ഇവരിൽ കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ ഓട്ടിസം തിരിച്ചറിയാൻ പറ്റുന്നത് അപ് ടു 1.5-2 years ഒക്കെ ആവുന്ന ടൈമിൽ നമുക്ക് കുറച്ചൊക്കെ അവരിൽ നിന്ന് ഒരു ക്യാരക്ടർ ബിഹേവിയർ ചേഞ്ചസിലൂടെ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഓട്ടിസത്തിന്റെ എന്തെങ്കിലും സിംറ്റംസ് ആണോ എന്ന് നമുക്ക് പാരന്റ്സിന് തന്നെ വീട്ടിൽ നമുക്ക് നോട്ടീസ് ചെയ്യാവുന്നതാണ്. മാത്രല്ല, ഈ ഓട്ടിസം കുട്ടികളിൽ മേജർ ആയിട്ട് ഒരു 3 ഏരിയാസിൽ അവർക്ക് ഭയങ്കരധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതിന് നമ്മൾ ഓട്ടിസം ട്രയാഡ് എന്ന് പറയും. ട്രയാഡ് എന്ന് പറയുമ്പോൾ 3 എന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കുക. ഈ ട്രയാഡ്സിൽ 3 ട്രയാഡാണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ആണ്. ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളിലും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരേപോലത്തെ ഫീച്ചേഴ്സ് ആവാൻ ചാൻസ് ഇല്ല. ഇവരുടെ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സും ഡിഫറെന്റ് ആയി മാറിക്കൊണ്ട് തന്നെ ഓരോ കുഞ്ഞിന്റെയും സ്പെക്ട്രം അനുസരിച്ച് മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് ഈ റെപ്പിറ്റേറ്റീവ് ബിഹേവിയറിൽ എടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളിൽ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആയിരിക്കും, അതായത് ഹാൻഡ് ഫ്ലാപ്പിംഗ് അങ്ങനത്തെ മൂവ്മെന്റ്സ് ചില കുട്ടികളിൽ കാണാം. ചില കുട്ടികളിൽ ടോയ് വർക്കിംഗ് ആയിരിക്കും, അവർ ടോയിലായിരിക്കും ചിലപ്പോൾ നടക്കാൻ കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ചില കുട്ടികളിൽ സർക്കുലർ മൂവ്മെന്റ്സിനോട് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കും, അതായത് ഫാന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുക. അതുപോലെ തന്നെ അവര് ടോയ്സ് വെച്ച് കളിക്കുന്ന സമയത്ത്, ഇപ്പൊ കാറൊക്കെയാണ് വെച്ച് കളിക്കുന്ന ടൈമെങ്കിൽ അവര് കാറിന്റെ നമ്മള് നോർമലി എങ്ങനെ കുട്ടികൾ ആ കാർ മൊത്തത്തോടെ ഓട്ടിച്ച് കളിക്കാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷെ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കാറിന്റെ വീലിൽ ആ ഒരു റൊട്ടേറ്റിംഗ് മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും, ഇവര് അത് കറക്കിക്കൊണ്ടിരിക്കാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. മാത്രമല്ല, ഇവർക്ക് ഒരേ പാറ്റേൺ ആയിരിക്കണം ചില കുഞ്ഞുങ്ങൾ അറ്റൻഡ് ആവുന്നത്. അതായത് ഇപ്പൊ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ട്രെയിനിന്റെ രൂപത്തിൽ അടുക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിയുമ്പോൾ അവർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് ഈ സ്ട്രെയിറ്റ് മൂവ്മെന്റ് തന്നെ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സിൽ വേണം. അങ്ങനെ ഒരു ചേഞ്ചസ് ഇവർക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ ബിഹേവിയറിൽ ഇഷ്യൂസ് നമുക്ക് കണ്ടുവരാം. അവർക്ക് ഒരേ ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും ഇവര് കീപ്പ് ചെയ്യുന്നത്. ഇതാണ് റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സിൽ വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആണ്. അതായത് കമ്മ്യൂണിക്കേഷനിൽ ഇവർക്ക് വളരെയധികം ചേഞ്ചസ് നമ്മൾ കണ്ടുവരാം. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കും. അപ്പൊ ഇവർക്ക് ഐ കോണ്ടാക്ട് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല, നമ്മൾ വിളിക്കുമ്പോൾ ഇവർക്ക് ആ ഒരു റെസ്പോണ്ട് ഇവർ തരാനുള്ള ചാൻസസും കുറവ് തന്നെ ആയിരിക്കും. നമ്മൾ ഇവരുടെ പേര് വിളിക്കുകയാണെങ്കിൽ ഇവർ ഓൺ ദ ടൈം റെസ്പോണ്ട് ചെയ്യാൻ ചാൻസസ് വളരെ കുറവായിരിക്കും. ചില കുട്ടികൾ നമ്മളിപ്പോ പേരെന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്കോലാലിയ എന്ന് പറയുന്ന ഫീച്ചർ വരാം. അതായത് നമ്മൾ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചും അതേപോലെ തന്നെ പേരെന്താണ് എന്നിങ്ങോട്ട് കുട്ടികൾ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ തരാനും ചില കുഞ്ഞുങ്ങൾ മടിക്കുന്നതും കാണാം. ചില കുഞ്ഞുങ്ങൾ വെർബലി ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ചില കുട്ടികൾ നോൺ വെർബൽ ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓരോ രീതിയിലും, അതായത് ഓട്ടിസം എത്രയാണെന്നുള്ള സ്കോറിംഗ് നമ്മൾ നോക്കുകയും അത്യാവശ്യമാണ്. അവരുടെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് അത് അനുസരിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഫീച്ചേഴ്സും ക്യാരക്ടേഴ്സും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും.
നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പിലൊക്കെ ഇവർക്ക് ഇടപെടാനും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ ഇടപെടാൻ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഇവർക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിക്കാം. അതായത് സോഷ്യൽ ഇന്ററാക്ഷനിൽ ഇവർക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു പിയർ ഗ്രൂപ്പിൽ ഇവർ സെയിം ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഇടുകയാണെങ്കിൽ ഇവർ ആ ഗ്രൂപ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവര് ഫോളോ ചെയ്തു പോകാനും ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ആ ഒരു റൂള് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി ഇവർക്ക് ഒറ്റയ്ക്ക് കളിക്കാനും ഇവരുടേതായ സ്വന്തം പ്ലേയില് ഇവര് സന്തോഷം കൂടുതൽ കണ്ടെത്തുന്നവരുമായിരിക്കും ചില ഓട്ടിസം കുട്ടികൾ. പിന്നീട് ഈ ഓട്ടിസം കുട്ടികളെ നമ്മൾ വളരെയധികം ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം. കാരണം നമ്മൾ നോർമൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങളുടെ അത്രേ എന്ന രീതി അല്ല എങ്കിൽ പോലും ഇവരുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസും ഇന്റർവെൻഷനും നമ്മൾ ഈ ഓട്ടിസം കുട്ടികൾക്ക് കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾ ബിഹേവിയറൽ തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ഡെവലപ്മെന്റൽ തെറാപ്പി അതുപോലുള്ള തെറാപ്പീസ് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും ആവശ്യം തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ 1.5 വയസ്സൊക്കെ ആവുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇവിടെ ഡെവലപ്മെന്റ്സ്, അതായത് ഓരോ കുഞ്ഞുങ്ങളുടെയും നമ്മൾ ഡെവലപ്മെന്റ്സ് നോക്കുമ്പോൾ നമുക്കറിയാം ഏത് ആണ് ഡിലേ ഉള്ളത്. സ്പീച്ചിന് ഡിലേ ഉണ്ടോ, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് എങ്ങനെയാണ്, നമ്മൾ വിളിക്കുമ്പോൾ കുഞ്ഞ് നോക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ഡെവലപ്മെന്റൽ അസസ്മെന്റിൽ നമ്മൾ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ 1.5 വയസ്സുള്ള കുട്ടികളിലൊക്കെ മിക്ക കുട്ടികളും നമുക്ക് ഡെവലപ്മെന്റൽ അസസ്മെന്റ് ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് ഇവർക്ക് തെറാപ്പീസ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ കൊടുത്ത് നമുക്ക് ഒരു പരിധി വരെ ഇവരുടെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം രീതിയിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. സോ എല്ലാ പാരന്റ്സും നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, സ്ക്രീൻ ടൈം ഒഴിവാക്കുക. ഓട്ടിസം എന്നതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓട്ടിസം നേരത്തെ തിരിച്ചറിയാൻ കഴിയുമോ? അവരെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്? ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓർഗനൈസേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ പ്രവീൺ KS ആണ്. നമുക്ക് ഡോക്ടർക്ക് പറയാനുള്ളത് കേൾക്കാം. ആശയവിനിമയം, സാമൂഹിക ഇടപെടൽ, പെരുമാറ്റം എന്നിവയെ ബാധിക്കുന്ന ഒരു വികസന വൈകല്യമാണ് ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. പല തരത്തിലും വ്യത്യസ്ത തീവ്രതയിലും ഇത് കുട്ടികളെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഓരോ കുട്ടിയിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരു വശത്ത് വളരെ ചെറിയ ലക്ഷണങ്ങളുള്ള കുട്ടികളിൽ തുടങ്ങി മറുവശത്ത് വളരെ തീവ്രമായ ലക്ഷണങ്ങളുള്ള കുട്ടികൾ വരെ ഇതിൽ കാണപ്പെടാം. നേരത്തെ കണ്ടെത്തിയാൽ കൃത്യമായ പരിശീലനം വഴി, അതായത് ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി തുടങ്ങിയവ കൂട്ടായ ഒരു പ്രവർത്തനം വഴി നമുക്ക് ഇവരുടെ ഭാഷയിലും മറ്റ് പെരുമാറ്റ രീതികളിലും കൃത്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും അവരെ സാധാരണ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കാനും പറ്റും. പക്ഷെ പലപ്പോഴും ഇത് കണ്ടെത്താൻ താമസിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം പലപ്പോഴും നമ്മൾ നേരിടുന്നത്. ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പ്രത്യേക ഒരു ടെസ്റ്റുകൾ വഴിയോ നമുക്ക് ഓട്ടിസം കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ തന്നെ കുഞ്ഞിനെ നേരിട്ട് കണ്ടാൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാഴ്ചയിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇതിൽ പലപ്പോഴും തോന്നില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ പലപ്പോഴും ഇത് കണ്ടെത്താൻ വൈകുന്നു എന്നുള്ളതാണ്. എന്നാൽ മാതാപിതാക്കളെ ഓട്ടിസം കുട്ടിക്കുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പല സൂചനകളുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ നാഴികക്കല്ലുകൾ പലതും നമുക്കറിയാം. കുഞ്ഞ് ജനിച്ച് 6 മാസം കഴിയുമ്പോൾ കമന്ന് വീഴുന്നു, അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു, പതിയെ സംസാരശേഷി കൈവരുന്നു, സാമൂഹിക ഇടപെടലുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള നാഴികക്കല്ലുകളിൽ പ്രധാനമായിട്ടും കുഞ്ഞിൻ്റെ സാമൂഹിക ഇടപെടലുകളെയും അതേപോലെ തന്നെ സംസാരശേഷിയും ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഓട്ടിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങളും കുഞ്ഞിന് കാണാറുണ്ട്. ഓട്ടിസം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ കുഞ്ഞുങ്ങളെ 2 മാസം പ്രായം കഴിയുമ്പോൾ തന്നെ അമ്മയെ മനസ്സിലാക്കി അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ചില കുട്ടികൾ ഒരു 3 മാസം കഴിഞ്ഞാലും അമ്മയെ മനസ്സിലാക്കി മുഖത്ത് നോക്കി ചിരിക്കാതിരിക്കുക, അതൊരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം. ഈ 1 വയസ്സ് ആവുന്നതിന് മുമ്പ് തന്നെ, സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മാ, ബാ തുടങ്ങിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതും ഒരു സൂചനയായിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാതിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ സാധാരണ കുഞ്ഞുങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് ആവശ്യപ്പെടാതിരിക്കുന്നതും നമുക്കൊരു സൂചനയായിട്ട് എടുക്കാം. അതേപോലെ സംസാരശേഷിയുടെ കാര്യത്തിൽ ഒരു 1.5 വയസ്സായിട്ടും ഒരു വാക്കെങ്കിലും സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ 2 വയസ്സായിട്ടും ചെറിയ സെന്റൻസുകൾ സംസാരിച്ച് തുടങ്ങാതിരിക്കുക, അതൊക്കെ തന്നെ നമുക്കൊരു സൂചനയായിട്ട് എടുക്കാം. അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നതിന് പകരം അവർ വരിവരിയായിട്ട് അടുക്കി വെക്കുക, ഒരേപോലുള്ള പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് പലപ്പോഴും നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
എല്ലാ വർഷവും ഏപ്രിൽ 2-ാം തീയതി ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ടാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത്. അത് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെ പറ്റിയും അവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള നമ്മുടെ ഒരു കൂട്ടായ പ്രയത്നം എല്ലാവരിലും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്നവരാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുന്നവരാണ് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ. അപ്പോൾ അവർക്ക് പലപ്പോഴും ഒരു കൈ സഹായം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളതും നമുക്ക് ഈ ഒരു ഓട്ടിസം ദിനത്തിൽ വളരെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. അതിൽ പ്രമേഹവും ഉൾപ്പെടുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടുതലാണെങ്കിൽ അത് ജീവിതശൈലി രോഗങ്ങൾക്ക് വഴിവെക്കും. ജീവിതചര്യയിലുള്ള മാറ്റം മൂലം ശരീരം പല തരത്തിലുള്ള രോഗങ്ങൾക്കും അടിമപ്പെടുകയാണ്. ഇങ്ങനെയുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളാണ് പ്രമേഹം, ഹൃദ്രോഗം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, അമിതവണ്ണം, പക്ഷാഘാതം, വൃക്കരോഗം, PCOD, കരൾ രോഗങ്ങൾ തുടങ്ങിയവ. ഇതെങ്ങനെ തടയാം? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് ഡയബറ്റിക് കെയർ സെന്ററിലെ ഡോക്ടർ ശ്രീജിത്ത് N. കുമാറാണ്. നമുക്ക് ഡോക്ടർക്ക് പറയാനുള്ളത് കേട്ടു നോക്കാം. നമസ്കാരം. ലോക പ്രമേഹ സമ്മേളനം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ലോകത്തു നിന്നുള്ള നിരവധി വിദഗ്ധർ, ഡോക്ടർമാർ, ഒരുപാട് പ്രഭാഷണങ്ങൾ, നിരവധി ചർച്ചകൾ, തർക്കങ്ങൾ ഒക്കെ നടന്നതിന് ശേഷം ആകെ തുക ഒരുപക്ഷെ ഒറ്റ വരിയിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ സാധിക്കും. അതിതാണ്: നാട്ടിലേക്ക് മടങ്ങൂ, നാട്ടുകാരുടെ കരളിലെ കൊഴുപ്പ് മാറ്റൂ. എന്താണ് കരളിലെ കൊഴുപ്പിന് ഇത്രത്തോളം പ്രാധാന്യം എന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കാം. പണ്ടൊക്കെ നമ്മളിത് വളരെ നിസ്സാരമെന്ന് കരുതിയിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം ഉൾപ്പെടെയുള്ളവ, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, പോളിസിസ്റ്റിക് ഓവറി, ഇതിന്റെയൊക്കെ കോംപ്ലിക്കേഷൻസ്, ഹൃദ്രോഗം, പക്ഷാഘാതം, ഇതൊക്കെ തുടങ്ങുന്നത് ശരീരത്തിലെ അമിതമായ ആന്തരിക കൊഴുപ്പിൽ നിന്നാണ്. ആന്തരിക കൊഴുപ്പിന്റെ ഒരു നേർ സൂചനയാണ് കരളിലെ കൊഴുപ്പ്. എങ്ങനെയാണ് ഈ കൊഴുപ്പുണ്ടാകുന്നത്? തീർച്ചയായിട്ടും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ. കൊഴുപ്പ് ഭക്ഷണമാണോ കൊഴുപ്പുണ്ടാക്കുന്നത്? അല്ല. നാം കഴിക്കുന്ന ഏത് ഭക്ഷണവും അധികമായാൽ, അതായത് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം അധികമായാൽ, അധിക ഊർജം കൊഴുപ്പായി മാറുന്നു. പ്രധാനമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരും മലയാളികളും കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണമാണ്, അതായത് അന്നജം. അന്നജം എന്ന് പറഞ്ഞാൽ പ്രധാനമായും ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, ഓട്സ്, റാഗി, ചോളം തുടങ്ങിയവ, നിരവധി ആയിട്ടുള്ള ധാന്യങ്ങൾ. ഈ ധാന്യം ആവശ്യത്തിലധികം കഴിക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ഊർജം മുഴുവൻ കൊഴുപ്പായി മാറുകയും അത് ശരീരത്തിൽ ശേഖരിക്കുകയും ചെയ്യും. ചിലർക്ക് അത് തൊലിക്കടിയിലുള്ള കൊഴുപ്പ് കോശങ്ങളിലേക്കാണ് അധികവും പോകുന്നത്. അവർ ഭയങ്കരമായി വണ്ണം വയ്ക്കുന്നു. പ്രത്യേകിച്ച് പാശ്ചാത്യരിൽ ഇതാണ് ഉണ്ടാകുന്നത്. ചിലർക്കെന്നാൽ ഇതിലധികവും പോകുന്നത് ആന്തരിക അവയവങ്ങൾക്ക് ഉള്ളിലേക്കാണ്, അതായത് കരളിലേക്കോ അതുപോലെ പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങളിലേക്കും. അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ വലിയ വണ്ണം കാണില്ല, ചിലപ്പോൾ മെലിഞ്ഞിരിക്കുകയായിരിക്കും, പക്ഷെ ആന്തരികമായി അധികം കൊഴുപ്പുണ്ട്. ഇതാണ് അപകടകരമായ അവസ്ഥ. നിർഭാഗ്യവശാൽ ഇന്ത്യക്കാരിൽ പലരുടെയും അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഒരേ ഭാരത്തിന് ഇന്ത്യക്കാർക്ക് അധികം കൊഴുപ്പ് കാണുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഭാരം ഒട്ടും കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അധികം കഴിച്ച ഊർജം കൊഴുപ്പായി മാറി അത് കരളിലും മറ്റ് ആന്തരിക അവയവങ്ങളിലും അടിയുകയും അതുവഴി എല്ലാ ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രമേഹം, ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പോംവഴി എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, നല്ല ഭക്ഷണം കഴിക്കുക, അതായത് ധാരാളം പച്ചക്കറികൾ, ആവശ്യത്തിന് പ്രോട്ടീൻ, പയറ്, പരിപ്പ്, കടല, കപ്പലണ്ടി, നട്ട്സ്, പിന്നെ ചിക്കൻ, മീൻ തുടങ്ങിയവ. അതുപോലെ തന്നെ മിതമായ അളവിൽ ഫ്രൂട്ട്സ് എടുക്കുക. ധാന്യം, മധുരം കഴിയുന്നതും കുറയ്ക്കുക. സാച്ചുറേറ്റഡ് ഫാറ്റ്, എണ്ണ, കൊഴുപ്പ് തുടങ്ങിയവയും നന്നായി കുറയ്ക്കുക. എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അപൂരിത കൊഴുപ്പ്, നട്ട്സ്, ഫിഷ്, ഒലിവ് ഓയിൽ തുടങ്ങിയവ, അല്ലെങ്കിൽ എണ്ണകളുടെ ചെറിയ മിശ്രിതം, അവ നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ നന്നായി കഴിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. 2, നന്നായി വ്യായാമം ചെയ്യുക. ഈ ലോക പ്രമേഹ സമ്മേളനത്തിലെ ഏറ്റവും വലിയ സന്ദേശം ഒരു ദിവസം 10,000 സ്റ്റെപ്സ് നടക്കണം എന്നതാണ്. 10,000 അടി ഒരു ദിവസം നടക്കുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ സ്പീഡിനനുസരിച്ച് അത് എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളത് നമുക്ക് നിജപ്പെടുത്താൻ സാധിക്കും. ഇനി അഥവാ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നീന്താം, പന്ത് കളിക്കാം, സൈക്കിൾ ചവിട്ടാം, ഏത് തരത്തിലുള്ള വ്യായാമവും ആവാം. ഒപ്പം ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും മസിൽ വ്യായാമം കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കരളിലെ കൊഴുപ്പ് മാറ്റണം.
ഈ കരളിലെ കൊഴുപ്പുണ്ടോ എന്നെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ വിഷമിക്കുകയൊന്നും വേണ്ട. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലുമില്ല. നമ്മിൽ പലർക്കും അത് ഉണ്ട്. അൾട്രാസൗണ്ടിൽ കാണുമ്പോൾ തന്നെ അത് വളരെ അധികമായി കഴിയുമ്പോഴേ സ്കാനിൽ കാണുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല ഭക്ഷണവും നല്ല വ്യായാമവും വഴി നല്ല ശരീര ആകാരം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ശരീരത്തിലെ കൊഴുപ്പിനെ അകറ്റി നിർത്തുകയാണെങ്കിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് വലിയ അളവിൽ പ്രതിരോധിക്കുവാൻ സാധിക്കും. അതിനാകട്ടെ നമ്മുടെ ശ്രമം. കരളിലെ കൊഴുപ്പ് മാറ്റാം, ആരോഗ്യമായി ജീവിക്കാം. ആരോഗ്യമാനന്ദത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വിവിധ രോഗാവസ്ഥകളെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ പരിപാടി. കാത്തിരിക്കാം മറ്റൊരു എപ്പിസോഡിനായി അടുത്ത ആഴ്ച ഇതേ സമയം. നന്ദി, നമസ്കാരം.